ധാരാളം നല്ലവനായ ഉണ്ണിമാര് നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇവരുടെയൊക്കെ ഈ പറയുന്ന പോലെ ഇവരുടെ ഉള്ളിലെ ക്രിമിനൽ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ ഒരു ഘട്ടം എത്തണം. ആ ഘട്ടം എത്തുമ്പോൾ ഇതിപ്പോ ഇവിടുത്തെ നടന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ? ഇത് കൂടുതൽ കൊലപാതകങ്ങൾക്ക് പ്രചോദനമാകും. കൂടുതൽ കൊലപാതകങ്ങൾക്ക് പ്രചോദനമാകും. ഇതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനെ വേരോട് അറക്കണം. ഈ സാധനം സിന്തറ്റിക് ഡ്രഗിനെ വേരോട് അറക്കണം എന്ന് പറയും. ഞാൻ ചോദിക്കട്ടെ, അഫാൻ ഈ ചെയ്ത കൊലപാതകങ്ങള്, ഈ ക്രൂരകൃത്യങ്ങള് എല്ലാം അവൻ ഡ്രഗ് കഴിച്ച്, റിക്രിയേഷണൽ ഡ്രഗ്സ് കഴിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് അല്ലെങ്കിൽ അവന്റെ മനോനില തെറ്റിയിട്ട് അങ്ങനെ ചെയ്തൊരു കുറ്റകൃത്യമാണോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാ കാര്യങ്ങളും പറയാം. ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക്, കമന്റ്സ്, എനിക്ക് ഉണ്ടായ പോലത്തെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താം. ഞാൻ അപ്പോൾ കേരള സ്പീക്ക് എന്ന് പറയുന്ന ഈ ചാനലിൽ ശ്യാം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇന്ററാക്റ്റീവ് സെഷൻസ് ആണ് അവർ ചെയ്യാറ്. എന്ത് ചെയ്യാനാണെന്നേ അവരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 100,000 സംശയങ്ങൾ വന്നു. അപ്പൊ എന്റെ സംശയങ്ങൾ അവരൊന്നും നമ്മുടെ വീഡിയോ കാണാൻ ചാൻസ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എനിക്കുള്ള മറുപടികൾ നിങ്ങൾക്ക് തരാൻ കഴിയും. അപ്പൊ കമന്റുകൾ ഇടാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ സംശയങ്ങൾ വന്നതെന്ന് പറയാം. കാരണം ഒരു ചെറിയ സംഭവമല്ല, നമുക്കറിയാം വളരെ ക്രൂരമായി 5 പേരെ കൊല്ലുകയും ഒരു വ്യക്തി മരണത്തോട് മല്ലടിച്ച് കിടക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വെറും അവൻ ഡ്രഗ് ഉപയോഗിച്ച് ഭ്രാന്ത് കയറിയിട്ട് ചെയ്തതാണ് നമ്മൾ അങ്ങനെ പറയാറുണ്ട്. അല്ലെങ്കിൽ പറയും കൂടോത്രം, മന്ത്രവാദം, ചാത്തൻ സേവ, അങ്ങനെ പലതും പറഞ്ഞ് നമ്മൾ ചില ആളുകൾ ചെയ്യുന്ന വലിയ കാര്യങ്ങളെ, വലിയ കുറ്റങ്ങളെ നമ്മൾ നിസാരവൽക്കരിച്ചു പറയാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ പറയും അവന് ഭ്രാന്താണെന്ന് പറയും. ഇപ്പൊ കേരള സ്പീക്ക് എന്ന് പറയുന്ന ചാനലിൽ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ടാണ് ഇവരിതെല്ലാം ഡ്രഗ് കഴിച്ച് ഇവന് ഭ്രാന്ത് പിടിച്ചിട്ട് മനോനില തെറ്റിയിട്ട്, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിപ്പോ ഞാൻ ഈ വീഡിയോ കളിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവരെന്താ ഇങ്ങനെ പറയുന്നത്? ഒരു കാര്യം നടക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് ചിന്തിക്കാതെ ഇതായിരിക്കും കാരണം അങ്ങനെ പറഞ്ഞ് ഒരുത്തനെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. ഇവൻ എന്തുകൊണ്ടാണ് അത് ചെയ്തതെന്ന് അത് അവന് തന്നെ അറിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ പറയുന്നത് പോലെ അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണ്ടോന്ന് എന്നോട് പറയണേ. ക്രിമിനൽ വാസനയുള്ള ആളുകൾ, അതായത് ഏത് സമയത്തും ആരെയും അറ്റാക്ക് ചെയ്യുന്ന തരത്തിൽ, കൊലപാതകം ചെയ്യുന്ന തരത്തിൽ, ഒരാളെ തീർത്ത് കളയാണ്. ആ തരത്തിലേക്ക് പണ്ടൊക്കെ അങ്ങനല്ല. എന്തെങ്കിലും ഒരു വിരോധമൊക്കെ ഉണ്ടായാൽ ആളുകൾ വന്നിട്ട് തെറി പറയും, അല്ലെങ്കിൽ കൂടിപ്പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും, അതവിടെ തീരുകയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഒരാളെ ഇല്ലാതാക്കുകയാണ്. അതും ഈ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ, യാതൊരു വിരോധമോ വൈരാഗ്യമോ ഇല്ലാത്ത ആളുകളെയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറും. നമുക്കറിയത്തില്ല സത്യത്തില് അല്ലെ. നമ്മൾ പറയുന്നു വിരോധം, വൈരാഗ്യം അവരുടെ ഇടയിൽ ഒന്നുമില്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല. അവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചത് നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് നിയമപാലകരൊക്കെ, ഈ കേസ് അന്വേഷിക്കുന്ന ആളുകൾ കണ്ടുപിടിക്കട്ടെ, എന്നിട്ട് സത്യസന്ധമായ കാര്യങ്ങൾ മുന്നോട്ട് വരട്ടെ. അതിന് മുമ്പ് തന്നെ നമ്മൾ വിധി എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത ഈ കൃത്യത്തില് എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയത്തില്ല. സോ നമ്മൾ കുറച്ച് സമയം കൊടുക്കുക, എന്നിട്ട് നമ്മൾ അല്ലെ എങ്ങനെ കാര്യങ്ങൾ, ഒരു വ്യക്തി വൈരാഗ്യം ഒന്നുമില്ല, വെറുതെ വന്ന ആളുകളെ കൊല്ലുകയാണ്, അങ്ങനെ പറയാതിരിക്കുക. ഈ അഫാനാണെങ്കിൽ 25 കിലോമീറ്ററിനിടയ്ക്ക് 3 വീടുകളിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത്. 6 മണിക്കൂർ അയാൾക്ക് മറച്ചു വെക്കാൻ സാധിച്ചു. ഇവർ തന്നെ പറയുന്നുണ്ട് 25 കിലോമീറ്ററിനുള്ളില് 3 വീടുകളിലാണ് 6 മണിക്കൂറിനിടയിൽ കൊലപാതകം ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, പിന്നീട് ഇവരുടെ വീഡിയോയിൽ വരുന്നുണ്ട് കേട്ടോ, ഡ്രഗ്സ് റിലേറ്റഡ് ടോക്ക് തന്നെ വരുന്നത്. ഇപ്പം ഇത്രയ്ക്കും അതായത് വെൽ പ്ലാൻ ചെയ്ത് ഈ 25 കിലോമീറ്ററിനിടയിൽ ആളുകളെ തിരഞ്ഞു, അതായത് ഇന്ന ആളുകളെ കൊല്ലണമെന്ന ലക്ഷ്യത്തോടു കൂടി ഒരുത്തം പോയി ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ മാനസികാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കരുത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവനൊരു മനോരോഗിയാണോ, അങ്ങനെയൊന്നുമല്ല. അതായത് കാര്യങ്ങളെ ഇത്രയും കൃത്യമായി പ്ലാൻ ചെയ്ത് എന്ത് ചെയ്യണം, ആരെ കൊല്ലണം എന്ന് ഒരുത്തൻ കരുതി നടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മെന്റൽ സ്റ്റേറ്റസ് എങ്ങനെയായിരിക്കും? അവന് ഭ്രാന്തുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ അവൻ ഡ്രഗ്സ് കഴിച്ചത് കൊണ്ടാണോ അവനിങ്ങനെ കയറി ഇറങ്ങി ഓരോരുത്തരെ കൊന്നുകൊണ്ട് നടന്നത്? അയാളൊരു ക്രിമിനൽ അല്ലേ? തീർച്ചയായും. സംശയം എന്താ? ഈ അഫാൻ ഒരു നല്ല ഒന്നാന്തരം ക്രിമിനലാണ്. ഒരു പ്രത്യേകത, എന്തുകൊണ്ട് ക്രിമിനൽ ആക്ടിവിറ്റി അയാൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ശ്രദ്ധിച്ചാൽ തന്നെ ആ ക്രിമിനലിന്റെ ഉള്ളിലുള്ള അതിന്റെ റേഞ്ച് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളെ കൊലപ്പെടുത്തി അത് 1 മണിക്കൂറെങ്കിലും മറച്ചു വെച്ച് രണ്ടാമതൊരു കൊലപാതകം രണ്ടാമതൊരു സ്ഥലത്ത് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ക്രിമിനൽ ചെറിയ ക്രിമിനൽ അല്ല.
1 മണിക്കൂറെങ്കിലും അയാൾക്ക് ഒരു കൊലപാതകം നടത്തുന്നു. ആ പ്ലേസിൽ 1 മണിക്കൂർ ഇത് മറച്ചു വെക്കാൻ പറ്റി. 1 മണിക്കൂറിന് ശേഷം മറ്റൊരു സ്ഥലത്ത് അയാൾ കൊലപാതകം നടത്തി. ഇതിന്റെ ഒരു തിയറിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ക്രിമിനൽ സാധാരണ ക്രിമിനൽ അല്ല. പെട്ടെന്നുണ്ടായ ഉദ്യമത്തിൽ, പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ഒരു ക്രൈം ചെയ്യുന്ന ആള് മാത്രമല്ല അഫാൻ. കൃത്യമായ ആസൂത്രണവും നിങ്ങളിത് കേട്ടല്ലോ. ഇവര് തന്നെയാണ് പറയുന്നത് അഫാൻ അഫാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തത്. ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് അഫാൻ ഒരു കൊടും ക്രിമിനൽ ആണ്. അവന്റെ ക്രിമിനൽ ബുദ്ധിയിൽ അവൻ ചെയ്ത കാര്യങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ആളുകൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അത് നമുക്ക് ഒട്ടും എന്താ പറയാ അംഗീകരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് മനസ്സിലാക്കുന്നില്ല. ഇത്രയ്ക്കും പ്ലാൻ ചെയ്ത് പല വീടുകളിൽ പോയി, അതും അയാൾ വിചാരിച്ച ആളുകളെ മാത്രം തെരഞ്ഞു പിടിച്ച് അവരെ പോയി ക്രൂരമായി കൊന്നതിന് ശേഷം പിന്നീട് ഇതിനെ എങ്ങനെ, അതാണ് നമ്മൾ അടുത്തത് കേൾക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ വീഡിയോ ഞാൻ മൊത്തം കേൾപ്പിക്കണമൊന്നുമില്ല. എനിക്കിതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയി അല്ലെങ്കിൽ എനിക്കുള്ള സംശയങ്ങൾ എന്താണ്, അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഈ അകത്ത് കിടക്കുന്ന സാധനം, അത് ഈ അകത്ത് കിടക്കുന്ന സാധനം ഇതിനോട് കയറി ഇത് ഒരു സിങ്ക് ചെയ്യുന്നു. അതാണ് പ്രശ്നം. സിങ്ക് ചെയ്യുന്നു. ചിലര് കഥയിലെ കഥാപാത്രമായി മാറും. കഥയിലെ കഥാപാത്രം ഞാനാണ് എന്ന് ഇത്തരത്തിൽ സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് തോന്നും. അതാണ് ഇത്ര പ്ലാൻഡ് ആയിട്ട് ഇവനിത് എക്സിക്യൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവൻ ഈ സ്കെച്ച് ഇട്ടു. എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിച്ച് തലക്ക് ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകൾക്ക് അവരെന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരാരെ ഉപദ്രവിക്കുന്നത്, അവർക്ക് ഒരു സ്ഥലകാലബോധം നഷ്ടപ്പെടും. അങ്ങനെയാണ് നമ്മൾ യൂഷ്വലി കാണാറ് അല്ലെ. നമുക്കതൊന്നും ഉപയോഗിക്കാത്തരം നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ യൂഷ്വലി കണ്ടിട്ടുള്ളത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അവരെന്താ ചെയ്യണേ, എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല. പക്ഷെ ഇവര് പറയുന്നു ഡ്രഗ്സ് ഉപയോഗിക്കുന്ന വ്യക്തികള് വളരെയധികം പ്ലാൻ ചെയ്ത് വെൽ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഡ്രഗ്സ്, ഇപ്പോൾ ഒരു പേഴ്സൺ ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ അവരെ അത് അവരുടെ പ്ലാനിങ്ങിലും കാര്യങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണോ നിങ്ങൾ പറയുന്നത്? ഇതൊരു കഥ പറയുന്നതല്ല. ഇത് നിങ്ങൾ ഒരു വ്യക്തി ചെയ്ത ഒരു കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളോട് പറയുവാണ്, ഓക്കെ ഇങ്ങനത്തെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ സ്വയം കഥയിലെ നായകനായി മാറുന്നു. അതൊരു കഥയിലാണെങ്കിൽ സംഭവിക്കും. അതായത് റിയൽ ലൈഫിൽ ഞാനൊക്കെ കേട്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് ഒക്കെ നമ്മൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളുടെ മാനസിക അവസ്ഥ തന്നെ മാറും. അവർക്ക് ഒരു തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കഴിവുകൾ നഷ്ടപ്പെടുമെന്നാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതൊരു പുതിയ അറിവാണ്. സ്കെച്ച് ഇട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇവൻ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ ലത്തീഫ് ഈ ലിസ്റ്റിൽ പെട്ടെന്ന് കയറി വന്ന ആളാണ്. ബാക്കിയുള്ളവര് ഫർസാന വരെയുള്ളവര് ഈ ലിസ്റ്റിലുണ്ടായിരുന്നു. ലത്തീഫ് ഈ ലിസ്റ്റിൽ പെട്ടെന്ന് കയറിയ ആളാണെന്നാണ് ഈ അഫാന്റെ മൊഴി. ലത്തീഫ് പെട്ടെന്ന് തനിക്ക് പ്രകോപനം ഉണ്ടാക്കി എന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. ലത്തീഫിനെ കൊലപ്പെടുത്തിയപ്പോൾ ലത്തീഫിന്റെ ഭാര്യ ബാക്കിയുള്ള കൊലപാതകങ്ങൾ നടപ്പാക്കി. ഇവിടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ പറഞ്ഞു വരുമ്പോ ഈ വ്യക്തി അഫാൻ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കരമായി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. ആ ഡ്രഗ്സിന്റെ എഫക്റ്റ് കൊണ്ട് ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അങ്ങനെയല്ലേ വരുന്നത്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത്രമാത്രം ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്ത് ഒരു 5-6 പേരെയൊക്കെ കൊല്ലാൻ പാകത്തിന് അയാളുടെ മനസ്സിനെ പാകപ്പെടുത്തി അയാൾ എടുത്തിട്ട് ഇത്രയ്ക്കും ക്രൂരനായി മാറി. ഇവരിതിനകത്ത് പറയുന്നുണ്ട് ഒരു ദയ പോലും ആളുകളോട് ഇല്ലാത്ത ഒരു രീതിയിലേക്ക് അഫാൻ എത്തി എന്ന് പറയുന്നുണ്ട്. അത്രയും ഒരു ലെവലില് ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി എത്തി. ഇത്രയൊക്കെ ആയിട്ടും അവരുടെ നാട്ടുകാർക്കോ അവരുടെ വീട്ടുകാർക്കോ എന്ന് വേണ്ട ഒരു വ്യക്തി പോലും പറയുന്നില്ല. നമ്മൾ കേട്ട ന്യൂസുകളിൽ ഒന്നിലും തന്നെ പറയുന്നില്ല അഫാൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മോശമായ ഒരു വ്യക്തിയാണ്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ വല്ലവർക്കും വല്ല ബുദ്ധിമുട്ട്. നമ്മൾ ഇന്നലെയൊക്കെ ന്യൂസുകൾ കേട്ടായിരുന്നു. ആ ന്യൂസിലൊക്കെ നമ്മൾ കേട്ടെന്താ വളരെ നീറ്റായിട്ടുള്ളൊരു പേഴ്സൺ ആണ്, നാട്ടുകാർക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല, ഭയങ്കര ക്വൈറ്റ് ആയിട്ട് പേഴ്സൺ, അങ്ങനെയല്ലേ നമ്മൾ കേട്ടത്. അപ്പോൾ ഇത്രയ്ക്കും ഇവര് പറയുന്ന രീതിയിൽ മനോനില തെറ്റി ഒരാളോട് ദയയില്ല അങ്ങനെയുള്ളൊരു വ്യക്തിനെ തിരിച്ചറിയാൻ അവരുടെ ചുറ്റിലുള്ള ഒരാൾക്ക് പോലും കഴിഞ്ഞില്ല. ഇയാൾ ഇത്രയ്ക്കും ഒരു ക്രൂരനായ
ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എൻ്റെ ചുറ്റിലും അല്ലെങ്കിൽ എൻ്റെ കൂടെ താമസിക്കുന്ന ഒരു വ്യക്തി ഇത്രമാത്രം മാനസിക നില തെറ്റി ഡ്രഗ്സ് കഴിച്ച് ഡ്രഗിന്റെ എഫക്റ്റ് കൊണ്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരിൽ ഒരു ചെറിയ ചേഞ്ചസ് എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാകാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ആ ഒരു ലെവലിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. പക്ഷെ ഒരു ന്യൂസിലും ഒരു സ്ഥലത്തും ഒരു വ്യക്തി പോലും പറയുന്നത് നമ്മൾ കേട്ടില്ല ഇയാൾ, എല്ലാവരും പറയും ഭയങ്കര നീറ്റായിട്ടുള്ള വ്യക്തിയാണ്, ഭയങ്കര നീറ്റ്. ആ വീഡിയോ ഫുള്ള് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി പറയട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് അവന് ഒരു ദയയില്ലാത്തൊരു മനുഷ്യനായി, അത്രയ്ക്കും ആ കൊലപാതകങ്ങൾ ചെയ്യാൻ അവൻ പ്രാപ്തനായി, അവൻ ആ ഒരു സ്ഥിതിയിൽ ഡ്രഗ്സ് കൊണ്ടെത്തിച്ചെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പം ചോദിക്കട്ടെ, ആ ചെറിയ കുട്ടിയെ, എനിക്കത് പറയുമ്പോൾ വിഷമം തോന്നുന്നില്ല, കുട്ടിയെ കൊല്ലുന്നതിന് മുമ്പ് ആ കുട്ടിക്ക് കഴിക്കാൻ ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അത്രയ്ക്കും ക്രൂരനായ ഒരു വ്യക്തി സ്വന്തം അനിയനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് അത് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോഴും അയാളിൽ അനിയനോടുള്ള ഒരു സ്നേഹം നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടിക്ക് വേണ്ടി ആ ഭക്ഷണം മേടിച്ചു കൊടുക്കൂ, ആ കുട്ടിയെ കൊന്നു. ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഒരിക്കലും ഈ അഫാൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്ത വൃത്തികേടുകളെ ഒന്നും ന്യായീകരിക്കാനല്ല നമ്മുടെ വീഡിയോ. ഞാൻ പറയുന്നത് ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ ഇത്രയും ക്രൂരമായ, നമ്മളിപ്പോൾ അടുത്ത് കാണുന്നതാണ്, എന്നും കേൾക്കുക അവിടെ കൊലപാതകം നടന്നു, ഇവിടെ അത് കാണുമ്പോഴേക്കും ആളുകൾ ഇറങ്ങുകയായി എന്നൊന്നും പറഞ്ഞുകൊണ്ട് അത് ഉറപ്പായിട്ടും ചാത്തൻ സേവിയ, അല്ലെങ്കിൽ അത് ഉറപ്പായിട്ടും ഡ്രഗ്സാ, അല്ലെങ്കിൽ അവന് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ അത് തന്നെയാണെന്ന് മുദ്ര കുത്താതെ ആ കേസ് അന്വേഷിച്ച് അതിൽ എന്താണ് സത്യസന്ധമായ കാര്യം, എന്തുകൊണ്ടാണ് ഈ വൃത്തികെട്ടവൻ ഈ മഹാ അപരാധങ്ങൾ ചെയ്തത് എന്ന് കണ്ടുപിടിച്ച് അവന് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാതെ നമ്മളെല്ലാവരും അവൻ ചെയ്ത കാര്യത്തെ നിസാരവൽക്കരിക്കാൻ വേണ്ടി ആ ഡ്രഗ്സ് കാരണമാണ് കേട്ടോ, ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ടാ എനിക്ക് ഫീൽ ചെയ്തത് ഡ്രഗ്സ് കാരണമാണ്, ഡ്രഗ്സ് കഴിച്ചതിന്റെ പേരിലാണ് അവൻ അത് ചെയ്തത്. ഒരിക്കലല്ല. അവനെന്ന് പറയുന്നത് ഒരു മഹാ ക്രിമിനൽ തന്നെയാണ്. അവൻ അത് എന്തിനാ ചെയ്തതെന്ന് അവന് തന്നെ അറിയത്തുള്ളൂ. ഇന്നത്തെ ന്യൂസുകളിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അവൻ മൊഴികൾ മാറ്റി പറയുന്നു, ഇന്നലെ അജിറ്റേറ്റഡ് ആയി എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ അവന്റെ ട്രിക്കുകളാണ്. ഇത്രയും കൊലപാതകങ്ങൾ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെയ്യാൻ അവന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനറിയാം അത് കഴിഞ്ഞിട്ട് എങ്ങനെ നാടകം കളിക്കണം എന്ന്. അല്ലെങ്കിൽ ഇത്രയും ആളുകളെ കൊന്നവൻ അവനെന്താ സ്വയം മരിക്കാനുള്ള വഴികൾ അറിയത്തില്ലേ? കുറച്ച് എലിവേഷവും വാരി തിന്നുകൊണ്ട് ഞാൻ എലിവേഷം നിന്നിട്ടുണ്ടേ എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് ഇത്രമാത്രം ആളുകളെ കൊന്നതിനെ വളരെ എന്താ പറയുക, നമുക്ക് അതിനൊരിക്കലും ഒരു ഡ്രഗിന്റെ പേരിലോ അല്ലെങ്കിൽ അവന് തലയ്ക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞോ ഒന്നും നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അവന് കിട്ടേണ്ട തക്കതായ ശിക്ഷ കിട്ടണം. ഇനിയിപ്പോൾ എല്ലാവരും കൂടി അയ്യോ ഇന്ന് അവൻ ആകെ ഭ്രാന്തന്റെ പോലെ കാണിച്ചു കൂട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്രിമിനൽസ് നമ്മുടെ നാട്ടിൽ കൂടി വരത്തേയുള്ളൂ. അതിന് പകരം ഇവൻ ചെയ്തത് എന്താണെന്ന് കണ്ടുപിടിക്കാനൊരു അവസരം നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക്, അത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഇതാണ് എന്ന് പറഞ്ഞ് അതിൽ തൂങ്ങിക്കിടക്കാതെ കുറച്ച് ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ മറുപടി നമുക്കറിയാം. നമ്മുടെ നിയമത്തെയൊക്കെ നമ്മൾ ഒത്തിരി വിശ്വസിക്കുന്നുണ്ട്, അപ്പോൾ അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. എനിക്ക് ഒരിക്കലും ഇപ്പം അവൻ ഡ്രഗ്സ് കഴിക്കുന്ന ആളാണെന്നോ ഒന്നും ആണോ അല്ലേന്നോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇത്രയും ഡ്രഗ്സ് കഴിച്ച് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ എൻ്റെ അറിവിൽ കഴിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇപ്പം അങ്ങനെ ഞാൻ ഡ്രഗ്സ് കഴിച്ച് എനിക്ക് തലയ്ക്ക് വട്ടാണ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരുത്തനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടുകാരെ മാത്രം അല്ലെങ്കിൽ അവൻ്റെ ചുറ്റുപാടിലുള്ള ആളുകളെ മാത്രം അവരെ മാത്രം കൊല്ലാൻ നിൽക്കത്തില്ല. അവൻ്റെ കണ്ണിന് മുന്നിൽ കാണുന്നതൊക്കെ അവനത് ആരാണെന്ന് പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അത്രയ്ക്കും തലയ്ക്ക് ഭ്രാന്ത് ഈ ഡ്രഗ്സിന്റെ എഫക്റ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തി ആരെയും ഉപദ്രവിക്കും, ആരെയും അടിക്കും. അതുപോലെ തന്നെ ഡ്രഗ്സ് കഴിച്ച് ഭ്രാന്ത് മൂത്ത് ആളുകളെ കൊല്ലാൻ വേണ്ടി അത്രയ്ക്കും മനസ്സിനെ പാകപ്പെടുത്തി നടക്കുന്ന ഒരുത്തനും ഈ പ്ലാൻ ചെയ്ത് ഒരു 2 ആഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് പ്ലാൻ അതൊന്നുമില്ല. ഇവൻ പാക്ക ക്രിമിനലാണ്. ഇവൻ അത് എന്തിനാ ചെയ്തതെന്ന് കണ്ടുപിടിക്കുക തന്നെ വേണം. ഇവനെ ഇജാതി കാര്യങ്ങളും പറഞ്ഞ് ദൈവത്തോർത്ത് ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ കുറച്ച് സംശയങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ.